അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ അടുത്ത് എനിക്കൊരു കൗൺസിലിംഗ് കേസ് വന്നു. പ്രശ്നം ഇതാണ്: എന്നോട് ഭർത്താവിന് സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. ആ സംശയം ഉണ്ടാവാൻ കാരണം, എന്നെ പലപ്പോഴും ഫോണിൽ വിളിക്കാറില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ ജോലി തിരക്കും മറ്റ് പ്രയാസങ്ങളും മീറ്റിങ്ങും പറഞ്ഞുകൊണ്ട് തിരക്ക് പറയലാണ്. എനിക്കറിയാം ഭർത്താവ് ജോലി തിരക്കിലാണ്, മറ്റു ബുദ്ധിമുട്ടുകളുണ്ട്, വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നേരം സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ എനിക്കറിയാമെങ്കിലും പക്ഷേ എനിക്കെൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഭർത്താവ് എപ്പോഴും എന്നോട് സംസാരിക്കണം, എൻ്റെ കൂടെ ഉണ്ടാകണം എന്നാണ് എനിക്ക് ആഗ്രഹം, ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഞാൻ മനസ്സിലറിയാതെ ഒന്ന് ചിരിച്ചു. കാരണം ഈ സെയിം വ്യക്തി ഒരു 2 വർഷം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. വിളിച്ചത് വിവാഹം കഴിഞ്ഞ ഉടനെ ഭർത്താവുമായിട്ട് എനിക്ക് തീരെ യോജിച്ചു പോകാൻ പറ്റുന്നില്ല. ഭർത്താവിന് എന്നോട് ഇഷ്ടമുണ്ട്, പക്ഷെ ഭർത്താവിനോട് എനിക്ക് സ്നേഹം തോന്നുന്നില്ല. ഭർത്താവുമായിട്ട് കൂടെ നിൽക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല, വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. പിന്നീട് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും അതവർ പുലർത്തുകയും ചെയ്തു. പിന്നെ 1 വർഷത്തിന് ശേഷം എന്നെ വിളിച്ചു. എനിക്കൊരു കുഞ്ഞ് പിറന്നിട്ടുണ്ട്, ഫാമിലിയായിട്ട് വളരെ സന്തോഷത്തിലാണ് പോകുന്നത് എന്നീ കാര്യങ്ങളൊക്കെ ഉണർത്തിയ ആള് ഇപ്പം അവരുടെ പരാതി, ഭർത്താവിനെ ഇവർ വല്ലാതെ സ്നേഹിച്ചു, ഇവരുടെ സ്നേഹത്തിൻ്റെ അത്ര ഭർത്താവിൻ്റെ സ്നേഹം എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ എത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത്, നമ്മളുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മൾ ഫീഡ് ചെയ്യുക എന്നുള്ളത്. മറ്റുള്ളവർക്ക് എന്നോട് ഇഷ്ടം തോന്നണം എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സ്വഭാവ പെരുമാറ്റങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തുകയും, മറ്റുള്ളവർക്ക് എന്നോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ആ ഇഷ്ടക്കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ട് ഫോൺ വിളിക്കുന്ന സമയത്ത് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണെങ്കിൽ ദെൻ അതിലേക്കൊരു പോസിറ്റീവ് കാര്യം നമ്മൾ കൊടുക്കുക. അവരെന്തോ ഒരു തിരക്കിലാണ്. ദെൻ നമ്മളെ വാട്സപ്പിൽ ഒരു ഹായ് വിട്ടിട്ട് ആ ഹായ് മെസ്സേജ് അയാൾ കണ്ടു, അയാൾ റീപ്ലൈ തരുന്നില്ല എങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ്, ഒരു മെസ്സേജ് അയച്ചിട്ട് അല്ലേ കണ്ടിട്ടും റീപ്ലൈ തരുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് മൈൻഡ് നമ്മൾ കൊടുക്കുന്നതിന് പകരം അയാൾ എന്തോ ഒരു തിരക്കിലാണ്, അപ്പോൾ ആ മെസ്സേജ് റീഡ് ചെയ്തിട്ടും റീപ്ലൈ അയക്കാൻ പോലും പറ്റാത്ത എന്തോ വലിയ തിരക്കിലാണ് അദ്ദേഹം ഉള്ളത്. അതല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു എമർജൻസി പ്രശ്നത്തിലാണോ, ഞാനൊന്ന് വിളിച്ചു നോക്കണോ, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, അയാൾ ഫോണ് റീപ്ലൈ തരുന്നില്ലെങ്കിൽ അയാളെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാം, എന്താണ് ബുദ്ധിമുട്ട്. അപ്പോൾ ആ കോൾ എടുക്കുന്നില്ല എങ്കിലും നമ്മൾ മൈൻഡിലേക്ക് കൊടുക്കേണ്ട കാര്യം, അയാൾ എന്തോ വലിയ തിരക്കിലാണ്, ആ തിരക്ക് കഴിഞ്ഞാൽ എന്നെ വിളിക്കും. ഇനി അയാൾ ഇന്ന് വിളിച്ചിട്ടില്ലേ, ദെൻ പിറ്റേന്ന് എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ഫോളോ അപ്പ് ചെയ്യാം. ഇനി അങ്ങനെ ഒരുപാട് മെസ്സേജും കോളും ചെയ്തിട്ടും അയാൾ റീപ്ലൈയും തരുന്നില്ല, കോളും എടുക്കുന്നില്ല എങ്കിൽ ദെൻ അവോയ്ഡ് ഇറ്റ്, മാറ്റി നിർത്തുക. അയാൾ ഫ്രീ ആകുന്ന സമയത്ത്, അയാൾക്ക് തോന്നുന്ന സമയത്ത് അയാൾ എന്നെ വിളിക്കട്ടെ. ഇനി അങ്ങനെ മാറ്റി നിർത്താൻ പറ്റാത്ത വ്യക്തിത്വമാണെങ്കിൽ ദെൻ വിസിറ്റ് ഇറ്റ്. അയാളെ എന്ത് ചെയ്യണം, നമ്മൾ പോയി സന്ദർശിക്കണം. അയാളെ വിസിറ്റ് ചെയ്തുകൊണ്ട് എന്താണ് അയാൾക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് അന്വേഷിക്കുക. ഇതാണ് റിയൽ പ്രൊസീജിയർ. അല്ലാതെ നമ്മൾ മെസ്സേജ് അയച്ചു, ആ മെസ്സേജ് റീപ്ലൈ ചെയ്യുന്നില്ല, അയാൾ കണ്ടിട്ടുണ്ട്, അയാൾ റീപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ അയാളിൽ കുറ്റം ആരോപിക്കുന്നതിന് പകരം എന്തൊക്കെയോ പ്രശ്നം ഉണ്ട്, അതല്ലെങ്കിൽ അയാൾക്ക് എന്തോ ഒരു പ്രയാസം വന്നിട്ടുണ്ട്, ഇങ്ങനെ പോസിറ്റീവായി നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നമ്മളുടെ സമാധാനം അത് നമ്മൾ കീപ്പ് ചെയ്യാണ്. മറ്റത് അസ്വസ്ഥതയാണ്, ടെൻഷനാണ്, ഒരുപാട് ഇല്ലായ്മകൾ അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ ആ വ്യക്തിയോടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടുകയും, ആ വ്യക്തി അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലേ, അയാൾക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ലേ, ഒന്നൊന്നും നമുക്കറിയില്ല. അറിയാത്ത കാര്യത്തെ നമ്മൾ കൂടുതലായി കോംപ്ലിക്കേഷൻ കൊണ്ടുവരാതെ അതിനെയൊക്കെ പോസിറ്റീവ് സൈഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതാണല്ലോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലന്നു ബിൽ മുഅ്മിനീന ഖൈറ,
മുഅ്മിനീങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ലത് ഭാവിക്കണം, നല്ലത് ചിന്തിക്കണം എന്ന് പറയാൻ കാരണം ഇതിനാണ്. നമ്മൾ ഒരാളെക്കുറിച്ച് മോശം ചിന്തിച്ചു പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകും. ആ സന്ദർഭങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലന്നു ബിൽ മുഅ്മിനീന ഖൈറ, എല്ലാ മുഅ്മിനീങ്ങളെ പറ്റിയും നിങ്ങൾ നല്ലത് മാത്രമാണ് ചിന്തിക്കേണ്ടത്, ഒരു സഹോദരനെ പറ്റി നിങ്ങൾ നല്ലത് മാത്രമാണ് ചിന്തിക്കേണ്ടത് എന്ന് പറയാനുണ്ടായ കാരണം തന്നെ ഇതാണ്. നമ്മുടെ ചിന്തയിൽ അറിയാതെയെങ്കിലും മറ്റുള്ളവരോടൊരു മോശം ചിന്തിച്ചു പോയേക്കാം, അത് ചിന്തിക്കരുത് എന്ന് പറയാൻ കാരണം ഇതാണ് എന്ന് നാം മനസ്സിലാക്കുകയും ദെൻ നമ്മുടെ ജീവിതത്തിലും നമ്മളും പാലിക്കുക. ലന്നു ബിൽ മുഅ്മിനീന ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.